വിദ്യാബാലൻ എന്താ പറയുന്നതെന്ന് അറിയോ? അതായത് ഒരു തമിഴ് സിനിമയ്ക്ക് ഇവരെ കാസ്റ്റ് ചെയ്തിട്ട് 2 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരൻസിനെയും കൂട്ടി ഡയറക്ടർ വീട്ടിലേക്ക് പോയപ്പോൾ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ പേരൻസിനോട് പറയണേ ഇവളെ കണ്ടതിന് ഒരു ഹീറോയിന്റെ ലുക്ക് ഉണ്ടോ എന്നുള്ളത്. വിദ്യാബാലൻ സങ്കടപ്പെട്ട് പറഞ്ഞ എന്താ പറയുക, അതല്ല എന്നെ വിഷമിപ്പിച്ചത്. അതിനുശേഷം 6 മാസം ഞാൻ എന്റെ കണ്ണാടി നോക്കിയിട്ടില്ല. നിനക്കിത് എത്രമാത്രം കണക്ട് ആവുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തമാശക്ക് പറഞ്ഞതാണ്, ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്, ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്നുള്ളതൊക്കെ. പക്ഷെ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്ര നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ബന്ധങ്ങൾ ഈ ഒരു സാധനം നാവ് കാരണം തകർന്നിട്ടുണ്ട്. ചില ആളുകളെ ന്യായീകരിച്ച് മെഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇഷ്ടമുള്ളവരടുത്താണ് ഞാൻ സംസാരിക്കുന്നത്, ഇഷ്ടമുള്ളവരത്തേക്ക് അങ്ങനെ പറഞ്ഞൂടെ, അവർക്ക് എന്നെ തിരിച്ചും പറയാലോ എന്നുള്ളത്. ഞാൻ പറയുന്നത്, നമ്മൾ 2 പേര്, ഞാനും നിങ്ങളൊരു കല്ലെടുത്ത് തരുന്നില്ല, അത് രണ്ടും 2 സ്ഥാനത്താണ് എത്തുക അല്ലെ. കറക്റ്റ് സ്ഥലത്ത് എന്തായാലും പ്ലേസ് ആവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കല്ല് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് വിക്കറ്റാണ് അല്ലെ. അതുപോലെ ചില വാക്കുകൾ ഒരു സ്ഥലത്ത് കൊള്ളുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ ഭീകരമാണ്. അത് നമ്മൾ എത്ര കല്ല് പിന്നെ പെറുക്കിയാലും നമ്മളിങ്ങനെ മായ്ച്ചു കളഞ്ഞാലും ആ കല അവിടെ ബാക്കി നിൽക്കും. ഇതിനേക്കാൾ പവർഫുൾ ആണ് വേർഡ്സിന്. സോ ബി കൈൻഡ് വിത്ത് യുവർ വേർഡ്സ്. വി ക്യാൻ ഈദർ മേക്ക് ഓർ ബ്രേക്ക് സംവൺ. അതായത് നമുക്ക് ഒരു വാക്കുകൊണ്ട് ഒരാളെ തളർത്താനും വളർത്താനും കഴിയും. ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള അവകാശം നമുക്കാണ്. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ശ്രദ്ധിക്കാം.